ഹായ്, നമസ്കാരം സുഹൃത്തുക്കളെ. കേരളത്തിൻ്റെ പൂരങ്ങളുടെ നാടായ തൃശ്ശൂരിലാണ്, വടക്കുംനാഥ ക്ഷേത്രത്തിന് മുന്നിലാണ് ഞാനിപ്പോൾ ഉള്ളത്. പൂരങ്ങളുടെ പൂരമായ തൃശ്ശൂർ പൂരം കാണാനെത്തിയതാണ്. നിങ്ങൾക്കെല്ലാവർക്കും പൂരത്തിൻ്റെ നഗരിയായ തൃശ്ശൂരിലേക്ക് സ്വാഗതം. വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ അകത്ത് ഇലഞ്ഞിത്തറമേളം തകർത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അങ്ങോട്ട് പോകേണ്ടതുണ്ട്. കൂടാതെ രണ്ട് സൈഡിലായിട്ട് ആനയൊക്കെ എഴുന്നള്ളിച്ചിരിക്കുകയാണ്. ആനകളൊക്കെ എഴുന്നള്ളിച്ചിരിക്കുന്ന സ്ഥലത്തോട്ട് പോകണം. അവിടെ ആകുമ്പോൾ 15 ആനയെ അതുപോലുള്ള എഴുന്നള്ളിപ്പാണ് അവിടെ നടക്കുന്നത്. മേളമുണ്ട്. ഇവിടെയും 15 ആനകളുടെ മേളമാണ് നടക്കുന്നത്. കൂടാതെ പല 8 അമ്പലങ്ങളിൽ നിന്നുള്ള മേളവും ഇവിടെ എത്തിച്ചേരും. അവിടെ നിന്നുമുള്ള ആനകളും എഴുന്നള്ളത്തൊക്കെ ഉണ്ടാകും. മൊത്തം കൂടിച്ചേരുന്നത് ഇവിടെയാണ്. അപ്പോൾ പൂരം തുടങ്ങിക്കഴിഞ്ഞ സുഹൃത്തുക്കളെ, നമുക്ക് പൂരത്തിൻ്റെ കാഴ്ചകളിലേക്ക് പോവാം. ഇലഞ്ഞിത്തറ മേളമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വടക്കുംനാഥ ക്ഷേത്രത്തിന് മുന്നിൽ ഇലഞ്ഞിത്തറ മേളമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇലഞ്ഞിമരം. ഇലഞ്ഞിമരത്തിൻ്റെ ചുവട്ടിലായിട്ട് അനേകായിരങ്ങൾ ലക്ഷങ്ങൾ നിന്ന് ആസ്വദിക്കുകയാണ്. ചെണ്ടമേളവും മേളപ്പൂര പ്രേമികൾ ആസ്വദിക്കുകയാണ്. വളരെ മനോഹരമായിട്ട് ഇതാണ് ക്ഷേത്രത്തിന് പുറകിൽ നിന്നുള്ള കാഴ്ചയാണ്. മേളത്തിൻ്റെ അങ്ങോട്ട് അടുക്കാനായിട്ടേ പാടില്ല. അത്രയ്ക്ക് ആളാണ്. പോലീസുകാർ അങ്ങോട്ട് കയറ്റുന്നില്ല. കാരണം അത്രയ്ക്ക് തിരക്കാണ്. കേരള ബ്രോ കൊട്ട് കിടക്കുന്നൊക്കെ പോകാൻ പറ്റത്തില്ലല്ലേ? കൊട്ട് എവിടെയാണ്? ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ പാടാം.
വിടാവോ? പോലീസുകാരുടെ കൂടെ പോകാനാ? ചെണ്ടമേളം ഇത് തള്ളല്ലേ ചെണ്ടമേളം ഇപ്പൊ ഇങ്ങോട്ട് വരാം. തുറക്കുന്ന സമയത്ത് കഴിഞ്ഞു ഭയങ്കര പാടാ. ഏറ്റവും വള്ളി വള്ളി ഒരു സെക്കൻഡ് ഇറങ്ങാവോ? ഞാൻ കയറാം. ഒരു 2 മിനിറ്റ് അത് കഴിഞ്ഞ് കയറിക്കോ. പൂരം അങ്ങനെ എല്ലാവരും ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളാപുരം അത് ചേട്ടാ പൂരം കാണാനായിട്ട് അഡീഷണലായിട്ട് കോണിപ്പടി ഉണ്ടാക്കിയിട്ടുണ്ട് പ്രത്യേകം. ഇലഞ്ഞിത്തറയിൽ നിന്നും അപ്പുറത്തെ ഗ്രൗണ്ടിലോട്ട് പോകാനായിട്ടുള്ള പ്രത്യേകം കോണിപ്പടിയുണ്ട് ഇവിടെ. ഇലഞ്ഞിത്തറ മേളം നടക്കുന്നിടത്തു നിന്നും നേരെ കോണിപ്പടി ഉണ്ടാക്കിയിട്ടുണ്ട്. എളുപ്പത്തിന് ഇവിടെ ഗ്രൗണ്ടിൽ ഇറങ്ങാം. ഇവിടെയാണ് അടുത്ത 15 ആനകളുടെ മേളം നടക്കുന്നത്. 15 ആനകളുടെ എഴുന്നള്ളിപ്പും മേളവും നടക്കുന്ന ഗ്രൗണ്ടാണിത്. അതാ ഒരു പൂരപ്രേമി മരത്തിൻ്റെ മുകളിൽ കയറിയിരുന്ന് പൂരം കാണുന്നു. തൃശ്ശൂർക്കാർക്ക് അത്രയേറെ മനസ്സിലെ വികാരമാണ്, തൃശ്ശൂർക്കാരുടെ വികാരമാണ് പൂരം. അതെങ്ങനെയെന്ന് എങ്കിലും ആസ്വദിക്കുക, കാണുക എന്നുള്ളതാണ് അവരുടെ ഏക ലക്ഷ്യം. അവരത് എങ്ങനെയെങ്കിലും കാണുമെന്നുള്ളതാണ്. എത്ര തിരക്കാണെങ്കിലും മരത്തിന് മുകളിലിരുന്ന് പൂരം കാണുന്ന ചേട്ടനെ നമുക്ക് കാണാം.
പൂരം എങ്ങനെയെങ്കിലും കാണുക എന്ന ഒരേ ഒരു ലക്ഷ്യമാണ് എല്ലാ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഉള്ളത്. തൃശ്ശൂർക്കാർക്ക് പ്രത്യേകിച്ച് അവർ അമ്പലത്തിൻ്റെ മതിലിന് മുകളിലായിട്ട് സ്ഥാനം പിടിച്ചവരുമുണ്ട്. വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ 4 വശവും ഗോപുര കവാടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വളരെ മനോഹരമായ ഉയരത്തിൽ ഉള്ള ഗോപുര കവാടമാണ്. രാത്രി ആയാലും ലൈറ്റിങ്സ് ഉണ്ട്, നല്ല ലൈറ്റൊക്കെ പ്രകാശിക്കും. 4 വശത്തും ഉണ്ടെന്നുള്ളതാണ് പ്രത്യേകത, ഒരേപോലത്തെ. കുടമാറ്റം നടക്കുന്ന സ്ഥലമാണിത്. എല്ലായിടത്തും നല്ല തിരക്കാണ്, അടുത്തെങ്ങും പോകാനേ പറ്റുന്നില്ല, ദൂരെ നിന്നൊക്കെ കാണാം. ഒരു പ്രത്യേക രീതിയിൽ കെട്ടിയൊരുങ്ങിയ ആളെയും കാണാം. ഈ കാണുന്നതാണ് പൂരപ്പറമ്പ്. പൂരപ്പറമ്പ് ഇങ്ങനെ 4 വശവും ചുറ്റുപാടും ഇങ്ങനെയുണ്ട്, നിറഞ്ഞൊഴുകുകയാണ്, ജനസാഗരം നിറഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനകത്താണ് അമ്പലം വന്നിട്ട്, അമ്പലത്തിൻ്റെ വെളിയിലാണ് പൂരപ്പറമ്പായിട്ട് ഉള്ളത്. ഇവിടെ മുഴുവൻ കച്ചവടക്കാരും അതുപോലെ തന്നെ ഐസ്ക്രീം വിൽപ്പനക്കാർ, അങ്ങനെ ഒരുപാട് കച്ചവടക്കാരിവിടെ ഉണ്ട്. വളരെ നല്ല രസമാണ്. പൂരം കണ്ടു നടക്കുമ്പോൾ സമയം അറിയത്തതേയില്ല, സന്ധ്യയായത് അറിയുന്നേയില്ല. ഞാൻ വന്നത് ഉച്ചയ്ക്ക് ഒരു 2 മണിയോടെ അടുത്താണ് വന്നത്. ഇപ്പോൾ തന്നെ നമുക്ക് കുടമാറ്റത്തിൻ്റെ ഏരിയയാണിത്. കുടമാറ്റം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല, അത്രയ്ക്ക് ജനങ്ങളാണ് അവിടെ, അങ്ങോട്ട് അടുക്കാനേ പറ്റുന്നില്ല. പൂരം എത്രത്തോളം കണ്ടാലും മതി വരില്ല, അത്രയ്ക്കുണ്ട് ഇവിടെ പൂരം കാണാനായിട്ട്. കൊട്ടും മേളവും ആനച്ചമയവും കുടമാറ്റവുമൊക്കെ ആയിട്ട് ഒരുപാട് നേരം അങ്ങനെയുള്ള കാഴ്ചകളെല്ലാം കണ്ട് സമയം പോയതേ അറിഞ്ഞില്ല. പുതിയ വിശേഷവുമായി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ, ദിസ് ഈസ് പ്രവീൺ ശ്രീതങ്കം. ടേക്ക് കെയർ, ബൈ ബൈ.